വെയില് കൊണ്ടാലും സാരമില്ല, വിറകടുപ്പിൽ തന്നെ ആക്കാം. ഗ്യാസിനെല്ലാം വില കൂടിക്കൊണ്ടിരിക്കലേന്ന്. ഓരോ യുദ്ധം നടക്കുന്നു, നമ്മക്കല്ല ഇതിന്റെ കരുതി. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്യാസും പെട്രോളെല്ലാം അങ്ങനെല്ലാം കൊണ്ടുവരുന്നു, അതിന്റെ ഇത് നമ്മ അനുഭവിക്കുന്നു. വെള്ളത്തിലാക്കട്ടെ. നാടൻ കയ്പൊക്കെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. എടാ എന്നാ കറിയാക്കുന്നത് ഏച്ചി? 2 കയ്പൊക്കെ ചെയ്താ കുറച്ച് കോട്ടപ്പയറും തന്നെ, ഇത് വറക്കാനും ചെയ്തോ നീ? നിങ്ങൾ അട വെക്കും. നിങ്ങൾ പോയിട്ടൊരു ചക്കപ്പുതൽ വരച്ചോണ്ട് തന്നെ. ഞാനിത് തോര വറുത്തിട്ടുണ്ട്. തോരയും ചക്കപ്പുതലും വെക്കാല. ഓ, തോരയിട്ട് ചക്കപ്പൂല് വെക്കാനാ? നല്ല ടേസ്റ്റ് ആയിക്കും. നീ എന്ന് വേഗം പോയി ഒന്ന് കുറച്ചോ. നിങ്ങൾ പോയിട്ട് പറിച്ചോണ്ടപ്പ എന്നെ അച്ഛനാ നിങ്ങൾ പറയും. നിങ്ങൾ പോയിട്ട് പറിക്കും. നിനക്ക് ആ തോര വറക്കുന്ന മുമ്പേ പറിച്ചോണ്ട് ചൂടെ? എല്ലാം ഞാൻ പറിക്കാൻ വേണം, ഒറ്റ ചക്കപ്പോല് പറിക്കൂല. എന്താ അച്ഛനൊന്നും പറയും വിചാരിച്ചിട്ടാ? അച്ഛനൊന്നും പറയുന്നില്ല, അച്ഛന് മനസ്സെനക്കറിയാം. അച്ഛൻ പറിച്ചാലൊന്നും പറയില്ല. ലാസ്റ്റ് അച്ഛൻ ജാനകി ചക്കപ്പുതലെല്ലാം അത് പറിച്ചോണ്ടോയിന്ന് പറയും. അല്ലെങ്കിൽ നീക്ക് അച്ഛനും അമ്മേനെ കുറ്റപ്പെടുത്തലിനെ പണി. ഞാൻ പറിച്ചിട്ട് വരാം, ഇനി അവരെ കുറ്റപ്പെടുത്തണ്ടല്ലോ. അച്ഛനമ്മേനെ പറ്റി ഒന്നും പറഞ്ഞുകൂടാ, അപ്പൊ കുറ്റപ്പെടുത്തലായി. പറിക്കാൻ പഠിച്ചിട്ട് ഓരോന്ന് പറയുന്നേ, അച്ഛൻ കുറ്റം പറയും. പിന്നെ നീ അച്ഛൻ ഇതെല്ലാം ഉണ്ടാക്കി നമുക്ക് വേണ്ടിട്ടല്ലേ. പാവ അച്ഛൻ. ചെറുത് മതിയമ്മ. ഇതാറ്റം പഠിക്കണം. കുറച്ച് വളവ് കണക്കുണ്ട്, വളഞ്ച. ഇതാ ചക്കപ്പൂതൽ. ഞാനിത് തോലെല്ലാം കളിച്ച് ചെറിയ കഷ്ണാക്കട്ടെ. പണിയാന്ന് വെറുതെ പറഞ്ഞു തോന്നുന്നു. അല്ലാതെ തോര വെച്ചാൽ കൂടുമ്പോ പറഞ്ഞു. അങ്ങനെ മുറിച്ചായിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലാറ്റൊക്കെ ആക്കാം. രാവിലെ വെയിലുകൊണ്ടിട്ട് തലവേദന എടുക്കണം. ചോറും ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര വെയിലായി പോയി അവിടെ. എന്നാ പിന്നെ നമുക്ക് കറി വെക്കാൻ തുടങ്ങി. വേഗം പരിപാടി നോക്കട്ടെ. വറുത്ത് കഴുകി വെച്ച നമ്മളെ തോര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് മുറിച്ച് വെച്ച ചക്കപ്പുതല്. രണ്ടും കൂടി ഒന്ന് വേവിക്കണം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കേ. അടുക്കങ്ങ് കയറിയിട്ട് കൊടുക്കാം. ബുള്ളറ്റ് മുളകാണ്, ഓരോരോ പേര്. മഞ്ഞപ്പൊടി കുറച്ച്, മുളക് പൊടി. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കേ. ഉപ്പ് ഞാൻ ഇപ്പം ഇടുന്നില്ല, ഏകദേശം വെന്തതിന് ശേഷം ഞാൻ ഉപ്പിടുന്നില്ല, ഇല്ലെങ്കിൽ തോര വേവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മളെ തോരയും ചക്കപ്പുതലും കുക്കറിന്ന് അങ്ങനെ വേവുന്നുണ്ട്. പിന്നെ അരപ്പ് തയ്യാറാക്കാൻ തേങ്ങയും ചെറിയുള്ളി 2-4 ചെറിയുള്ളി, കുറച്ച് ജീരകമൊക്കെ ഇതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇറക്കട്ടെ. തോര വന്നിട്ടില്ല, ഞാൻ അപ്പാച്ച് കുക്കറിലോട്ട് കൊടുക്കുന്നുണ്ട്. കൊണ്ട് കൊടുക്കാൻ 2-3 വിസിൽ ആക്കാം. ഉപ്പിട്ടോട്ടില്ല.
നോക്കട്ടെ, വെന്തോക്കട്ടെ. രണ്ടാമതും കുറച്ച് സമയം കൂക്കിനി. തോര നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കേ. അരപ്പ് ഒഴിച്ചെടുക്കാം. ഇനി അരപ്പിന്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേതാ. അരപ്പ് ഒഴിച്ചു കൊടുത്തതാണ്. ഇനി നമ്മൾ അരപ്പും കൂടി ഒന്ന് വേവട്ടെ. ഉപ്പുണ്ടോക്കട്ടെ. ഉപ്പല്ലുണ്ട്. അപ്പം നമ്മളെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലൊരു കാച്ചി പോരണം. ചെറിയ ഉള്ളി കരിയാമ്പലും ഇട്ടിട്ടൊന്ന് കാച്ചിട്ട് പോരണം. അപ്പൊ നമ്മള് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കേ. വെളുത്തുള്ളി കീറിയതേ. കുറച്ച് കറിവേപ്പില. എന്നാ പിന്നെ ഇന്നത്തെ ചോറ് വയ്ക്കലായേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ തൂരക്കറി, തൂവരയും ചക്കപ്പോലും അല്ലേ. തൂവരയും ചക്കപ്പോലും. അതുപോലെ തന്നെ നമ്മുടെ ഏച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ പയർ വറവാക്കിയിട്ടുണ്ട്. തേങ്ങയരച്ച ചുവന്ന കറിയുണ്ട്. അപ്പം നമ്മുടെ ഈ കറി അച്ഛന് കൊടുക്കാൻ പറ്റിയിട്ടോ. കുറച്ച് വൈകിപ്പോയി. കറി ആവാൻ സമയം 2 മണിയായി. 2:15 ഇപ്പം സമയം. ഇതിന് വൈകുന്നേരം കൊടുക്കും. മീൻകറി കൊണ്ട് കൊടുത്തിട്ടേ. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ കറി കഴിക്കാം. തോരപ്പുഴുക്ക് എന്നെല്ലാം പറയും അല്ലേ. തോരപ്പുഴുക്കിന് ഈ ചക്കപ്പൂതൽ ഇടാൻ പാടില്ല, വെറും തോരയാണ്. ഓക്കെ, നമ്മൾ കഴിക്കാം. ആദ്യം നീന കഴിച്ചു. ആദ്യം തോര ഇതൊക്കെ പുഴുക്ക് നോക്കാം. തൂരക്കറി, തോരയും ചക്കപ്പൂതലും നാടൻ കറി ഉണ്ട്. നല്ല തന്നെയാ. എന്നാൽ പിന്നെ ഞാനും കഴിക്കട്ടെ. ആദ്യം നമ്മുടെ തോര ചക്കപ്പൂതൽ കറി. എന്താ മണം എന്നറിയാം. നമ്മളെ കാച്ചിപ്പോർന്നുണ്ട് അല്ലേ. സംഭവം ഒന്നും പറയാനല്ലോ കേട്ടാ. അടിപൊളി കറിയാണ്. സൂപ്പർ. വെറുതെ പറയാം, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇപ്പം നമ്മുടെ പയറും ഇത് മിക്സാക്കി കഴിച്ച് നോക്കാം. ഇന്ന് രണ്ടാമത് ആദ്യം ചോറ് പണിക്കും. നമ്മുടെ മീൻകറി തേങ്ങ അരച്ചതാണ്. കുടംപുളി ഇട്ട് വെച്ചാണ് മീൻകറി. കുടംപുളി മീൻകറി ചാറും നമ്മുടെ തൂരക്കറി. മീനില്ലേ കുടംപുളി ഇട്ടിന്. കുറച്ച് നമ്മുടെ പയറും എല്ലാം മിക്സ് ആക്കിയിട്ട് ഇതാ കുഴച്ചിട്ട് നല്ല ഉരുളയാക്കും ഇങ്ങനെ. ഈ കറിവേപ്പിലൊന്നും കളയാൻ പാടില്ല. ഇതെല്ലാം ഇങ്ങനെ കുഴക്കുമ്പോൾ
നല്ലോണം ചമച്ചരക്കുകയും വേണം കറിവേപ്പില കേട്ടാ, അരച്ച്. ഇന്നത്തെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കഴിക്കട്ടെ. ഓക്കെ. ചക്കപ്പോലും ഉണ്ടെങ്കിൽ അവിടെ തുവരയും ചെടുത്തിട്ട് തുവര ആക്കിക്കോ. ചിലക്കൊന്നും തുവര കിട്ടാനില്ല പറയുന്നുണ്ട്. നമ്മളെ കണ്ണൂർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് ഈ സംഭവം ഇഷ്ടം പോലെ സാധനമുണ്ട്. ഇത് നല്ല ബഹുവാൻ കുറച്ച് താമസം പിടിക്കും.